പാകിസ്ഥാൻ വല്ലാതെ നാണം കെട്ട് പരിതാപകരമായ ഒരു അവസ്ഥയിലെത്തി. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി വിലയിരുത്തുമ്പോൾ ഒറ്റ വാക്കിൽ വേണേൽ അങ്ങനെ പറയാം, ഈ കളി കൊണ്ടല്ല ഇത്തവണ ഈ ക്രിക്കറ്റ് മഹാമകം ശ്രദ്ധയെ ആകർഷിച്ചത്, വിവാദങ്ങൾ കൊണ്ടാണ്. അങ്ങനെയൊക്കെ ഒരു വിലയിരുത്തൽ നടത്തിയാൽ ക്രിക്കറ്റിൻ്റെ ഒരു അടാറ് ഫാനായ തോമസ് മാഷ് സമ്മതിക്കുമോ? സാധാരണ ഫാൻ, അതായത് ഇത് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അല്ലേ? വിവാദങ്ങളുടെ ചാമ്പ്യൻഷിപ്പായിരുന്നു. വിവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിലേറ്റവും വലിയ വിവാദം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ സെറമണി ആയിരുന്നു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിവാദങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണോ, അതോ വീഴ്ച കൊണ്ടാണോ, അതോ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്താണോ? ഇത് പാകിസ്ഥാൻ്റെ വീഴ്ചയായിട്ട് വേണം കണക്കാക്കാനായിട്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അല്പം വീഴ്ചകളുണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. അല്പമല്ല, കാര്യമായ വീഴ്ച. വല്ലാതെ ഇന്റർനാഷണലി അല്ല, ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ യശസ് വല്ലാതെ മോശമായി. അവർക്കൊരു കളി മാനേജ് ചെയ്യാനെന്നുള്ള ശേഷിയൊന്നുമില്ല എന്ന് സ്ഥാപിക്കപ്പെട്ടു. അതാണ്. ഇനിയിപ്പോൾ നാളെ ഒരിക്കൽ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് മാറും. ഒരുപക്ഷെ പാകിസ്ഥാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞേക്കും. കാരണം അവർക്ക് ഇനിയിപ്പോൾ നടത്താൻ അല്പം ഒരു ചളിപ്പുണ്ടാകും. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയത്. അതിൽ ഏറ്റവും വലിയ വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ സെറമണി ആയിരുന്നു. ഈ പ്രസൻറ്റേഷൻ സെറമണി ഹോസ്റ്റ് കൺട്രി ഇല്ലാതെ നടത്തേണ്ടി വന്നു. അത് അങ്ങനത്തെ ഒരു സാഹചര്യം. അത് കൂടാതെ ഇപ്പോൾ ഈ ദുബായിൽ നടത്തപ്പെട്ടു, മറ്റേ ഫൈനൽ നടത്തപ്പെട്ടു. അപ്പോൾ അവിടുത്തെ പ്രസൻറ്റേഷൻ സെറമണിക്ക് പാകിസ്ഥാനിൽ നിന്നും ആരെങ്കിലും വേണം സ്വാഭാവികമായിട്ടും. അവരാണ് ഹോസ്റ്റ് കൺട്രി. പക്ഷേ അവിടെ സ്റ്റേജിലുണ്ടായിരുന്ന പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിന്നും വേണ്ട എല്ലാവരും ഉണ്ടായിരുന്നു. ICCയുടെ ചെയർമാനായിട്ടുള്ള ജയ്ഷാ ഉണ്ടായിരുന്നു. പിന്നെ BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി BCCI സെക്രട്ടറി ഉണ്ടായിരുന്നു, ദേവജിത്ത് സൈക്കിയ എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ സ്റ്റേജിലുണ്ട്. അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ആരുമില്ലായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത് മൊഹ്സിൻ നഖ്വി എന്ന് പറയുന്ന അവരുടെ മിനിസ്റ്റർ ഫോർ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം എന്തായാലും അവിടെ കാണേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. അദ്ദേഹം പറഞ്ഞ കാരണം എന്തോ സുഖമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ മറ്റുള്ള ഡെലിഗേറ്റ് ചെയ്യാലോ. അതെ. അപ്പോൾ ഈ മൊഹ്സിൻ നഖ്വി അപ്പോൾ അങ്ങനെ ഒരു അസുഖം ആ സാഹചര്യത്തിന് വേണ്ടി ഉണ്ടായതുപോലെ തോന്നുന്നു. അദ്ദേഹത്തിന് വരാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. ഹോസ്റ്റ് കൺട്രിയിൽ നിൽക്കാതെ ഇവിടെ വന്ന് സ്വന്തം രാജ്യമാണെങ്കിൽ തോറ്റ് തുന്നമ്പാടി അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സുമേർ അഹമ്മദ് സയ്യിദ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പാകിസ്ഥാൻ്റെ കൺട്രോൾ ബോർഡിൻ്റെ ആൾ വരും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സംഭവം ഹി ഓൾസോ വാസ് കൺസ്പിക്വസ്. ആരുമില്ല, പാകിസ്ഥാൻ്റെ ആരുമില്ല, ഹോസ്റ്റ് കൺട്രിയുടെ ആരുമില്ല പ്രസൻറ്റേഷൻ സെറമണിക്ക്. അപ്പോൾ ചിലർ പറയുന്നത് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തില്ല എന്നും പറഞ്ഞാൽ അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് അങ്ങനെ ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഹി വാസ് നോട്ട് ദെയർ. അതാണ് ഇതിലെ ഫാക്റ്റ്. ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഒരുപക്ഷെ ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രസൻറ്റേഷൻ സെറമണിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഹോസ്റ്റ് കൺട്രിയിൽ ആരും ഇല്ലാത്ത. അപ്പോൾ അവരുടെ പഴയ വളരെ ഫേമസായ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അതിലൊരു അക്തർ ഒക്കെ പറഞ്ഞ ഷോയബ് അക്തർ എന്ന് പറഞ്ഞിട്ട് വലിയ ഫാസ്റ്റ് ബൗളറായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ ഇതിൽ സങ്കടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഒരാളെ പോലും അവിടെ കാണാനില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലാണ് 10 മാച്ചസ് നടന്നത്. ഈ 10 മാച്ചസ് നടന്നതിൽ 3 മാച്ചിന് റിസൾട്ട് ഇല്ലാതെ പോയി. അത് മഴ കൊണ്ടാണ്. മഴ പിന്നെ ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹ്യൂമൻ കൺട്രോളിൽ ഉള്ളൊരു കാര്യമുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ദി ഡ്രെയിനേജ്. ഈ മാച്ച് നടക്കാതെ പോയതിൽ ചിലതിലൊക്കെ അരമണിക്കൂർ മഴയുണ്ടായിരുന്നുള്ളൂ. ഇത് മണിക്കൂറുകളോളം 4-5 മണിക്കൂർ നിന്ന് പെയ്തിട്ട് പോലും മാച്ചസ് നടക്കുന്ന സംഭവമുണ്ട്. കാരണം പ്രോപ്പർ ഡ്രെയിനേജ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും പ്രാവർത്തികമായിട്ടില്ലായിരുന്നു. അവർ കുറേ വലിയ സ്പോഞ്ചിൻ്റെ കഷ്ണമൊക്കെ കൊണ്ടൊന്ന് തുടച്ച് മാറ്റി, മോപ്സും സ്പോഞ്ചസുമാണ് അവിടെ സ്പഞ്ച് ആണ് ഉപയോഗിക്കപ്പെട്ടത്. അതും വലിയ ക്രിറ്റിസിസത്തിനാണ്. ഇവർ ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ് നടത്തുന്നു, ഒരു ഗ്ലോബൽ ടൂർണമെൻറ്റ്. അതിന് വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥലം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വല്ലാത്ത മോശമായി. അപ്പോൾ അതുകൊണ്ട് 3 മാച്ചസ് റിസൾട്ട് ഇല്ലാതെ കളിക്കാൻ പറ്റാതെ 2 കൂട്ടർക്കും പോയിൻറ്റ്സ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം അത് വന്നു. അത് ആ ഗ്രൗണ്ടിനെ പറ്റി. പിന്നെ ഇപ്പോൾ അവരുടെ ഗ്രൗണ്ടിൽ അവർക്കുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കറാച്ചിയാണ്, ഒരെണ്ണം ലാഹോറാണ്. ഈ കറാച്ചിയിലെ സ്റ്റേഡിയം ആയാലും ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയം ആയാലും അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 32,000 ആണ്. പക്ഷേ അപ്പോൾ അതേസമയം 32 അല്ല 34,000 അറൗണ്ട് ദാറ്റ്, അതാണ് 34,000 ആണ് അതിന് രണ്ടിനുള്ള കപ്പാസിറ്റി.
പക്ഷേ ഇന്ത്യയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ അഹമ്മദാബാദ് സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഡിയുടെ പേരിലുള്ളത് 1,32,000 ആണ്. ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ അതാണ് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയം ആയാലും കറാച്ചിയിലെ സ്റ്റേഡിയം ആയാലും 32,000 ഈച്ച് അവിടെ കൊള്ളുള്ളൂ. അതാണ് ഒരു പ്രശ്നം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, അത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണല്ലോ ഈ മറ്റേ ബലൂച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടായി അവിടെ. അതെ, ഹൈജാക്ക് കൊണ്ട്. അപ്പോൾ ഏതായാലും അതൊന്നും ആ മാച്ചസ് നടക്കുന്ന സമയത്ത് ഉണ്ടായില്ല, അത് വളരെ നന്നായി. പക്ഷേ ഇവർക്ക് സെക്യൂരിറ്റിയുടെ പേരിൽ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. ഹോട്ടലിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ച പോലെയായിരുന്നു അവിടെ കളിക്കുന്ന ആൾക്കാരുടെ കണ്ടീഷൻ. പിന്നെ അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഗോൾഫ് കോഴ്സ് എന്നും പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് വേണമെങ്കിൽ പോകാം. അവിടെ സെക്യൂരിറ്റി ആൾക്കാർ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാതെ അധികം പുറത്തിറങ്ങാൻ അനുവദിച്ചിരുന്നില്ല. പുറത്തത്ര സേഫ് ആൻഡ് സെക്യൂർ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പിന്നെ ഈ കാര്യങ്ങൾ പോയ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മാച്ചിൽ മിക്കവാറും സ്മരിക്കപ്പെടുന്നത് ഇന്ത്യയുടെ പെർഫോമൻസാണ്. ഇന്ത്യ ആസ് ചാമ്പ്യൻസ്, അത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻസായി. അതായിരിക്കാം ഒരുപക്ഷെ ഹോസ്റ്റ് കൺട്രിയുടെ റോളിനേക്കാൾ കൂടുതൽ സ്മരിക്കപ്പെടുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ക്രിറ്റിസിസം ഇന്ത്യയെ പറ്റിയുണ്ട്. ഇന്ത്യക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയെന്നാണ് പറയുന്നത്. അതെന്താ? കാരണം ബാക്കി ഉള്ള ടീമുകളൊക്കെ കറാച്ചിയിലും ലാഹോറിലും റാവൽപിണ്ടിയിലും കറങ്ങി കിടക്കുകയാണ്. ഓരോ മാച്ചിനും അവിടെ പോകും, ഒരു മാച്ചിനും അവിടെ പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ദുബായിലേക്കും പോരും. ഇങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ആയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ പോയി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാത്താണ് പ്രധാന പ്രശ്നം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവർ ലാഹോർ, റാവൽപിണ്ടി, കറാച്ചി, ദുബായി ആയിട്ട് നടക്കുമ്പോൾ ഇന്ത്യ അവിടെ വളരെ സേഫായിട്ട് സൗകര്യമായിട്ട് ദുബായിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. വെറുതെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോകണം, അത്രേ അവർക്കൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ അത് ഇന്ത്യക്ക് അതുകൊണ്ട് വലിയൊരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അതിനെ പറ്റിയുണ്ട്. പിന്നൊരു കാര്യം, ന്യൂസിലൻഡ് ട്രാവൽ ചെയ്തത് ഇപ്പോൾ ഇൻക്ലൂഡിങ് ദുബായ് കണക്കാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ 7,000 കിലോമീറ്റേഴ്സാണ്. 7,000 കിലോമീറ്റേഴ്സ് ഇതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ബൈ എയർ. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയൊന്നും യാത്ര ചെയ്യേണ്ടി വന്നുമില്ല. അതാണ് ആൾക്കാർ പറയുന്ന ഒരു കാര്യം. പിന്നെ വേറെ ഒരു കാര്യം കൂടി നമുക്ക് അവിടെ ഓർക്കണമെന്നുള്ളതാണ്, സൗത്ത് ആഫ്രിക്ക ദുബായിലേക്ക് വന്നു. അത് ചിലപ്പോൾ അവിടെ കളിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വീണ്ടും അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. ദുബായിൽ കളിക്കാമെന്ന് ഉദ്ദേശിച്ച കളി പാകിസ്ഥാനിൽ കളിക്കേണ്ടി വന്നു, വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ഓരോടത്ത് പോയിട്ട് കളിക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ കളിക്കാൻ പോകണ സമയമാകുമ്പോൾ ഇവിടെ എല്ലാം അവിടെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു മനപ്രയാസം. അതെ, കാര്യം ഇന്ത്യ ഒരു ന്യായീകരണം പറയുന്നത് ദുബായ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് അല്ല, ഞങ്ങളും പോയിട്ട് പുറത്താണ് കളിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് അവർ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ദാറ്റ് ഈസ് നോട്ട് വെരി കൺവിൻസിങ്. പൊതുവിൽ ആൾക്കാർക്കൊരു ചിന്താഗതി ഉണ്ട് ഇന്ത്യക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയെന്ന്. പിന്നെ ഒരു കംപ്ലയിൻ്റ് ആൾക്കാർ പറയുന്നത് ഈ സ്റ്റേഡിയങ്ങളുടെ റെനോവേഷനൊക്കെ നടത്തുന്ന സമയത്ത് അത് അല്പം ഡിലേഡായി. പിന്നെ ടിക്കറ്റിൻ്റെ സെയിൽസ് പ്രോപ്പറായിട്ടോ ടൈമിന് അനുസരിച്ചോ പ്രോംപ്റ്റായിട്ടോ നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒരു കാര്യം, പുറത്തുനിന്നുള്ള പ്രശ്നമല്ല, അകത്തുനിന്നുള്ള പ്രശ്നം തന്നെയാണ്. ഈ മാച്ചസ് കാണാനായിട്ട് ആൾക്കാർ വരുന്നില്ല. പാകിസ്ഥാൻ്റെ തന്നെ തുടക്കത്തിലുള്ള ആദ്യത്തെ മാച്ച് തൊട്ട് ആളില്ല, കാണാൻ ആൾ വരുന്നില്ല, അതാണ് പ്രശ്നം. അതേസമയം ദുബായിൽ ഉള്ള കളികളൊക്കെ കപ്പാസിറ്റി ക്രൗഡാണ്. അവിടെ സ്റ്റേഡിയത്തിൽ കൊള്ളാവുന്നത്രയും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റേഡിയത്തിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇന്ത്യയുടെ മാച്ചസ് എല്ലാം കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. പാകിസ്ഥാൻ ഹോസ്റ്റ് കൺട്രിയുടെ മാച്ചസ് കാണാനായിട്ട് ആരുമില്ല. അപ്പോൾ അത് അവർക്ക് വലിയ ഒരു ദുഃഖം ആയി. ഈ ദുബായിലെ ജാം പാക്ട് സ്റ്റേഡിയം ഇവിടുത്തെ വേക്കൻ്റ് ആയിട്ടുള്ള സ്റ്റേഡിയം കാണുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് പാകിസ്ഥാന്. പിന്നെ ഈ ദുബായ് അവിടെ നടന്ന എല്ലാ കളികളും വേറെ യാതൊരു പ്രശ്നവും കൂടാതെ എല്ലാത്തിനും പ്രോപ്പർ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ഓഫ് കോഴ്സ് പാകിസ്ഥാനിൽ നടന്നതെന്ന് പറഞ്ഞാൽ മഴ കൊണ്ടാണ്, മഴ നമ്മുടെ കൺട്രോളിലല്ല എന്ന് പറഞ്ഞാൽ പോലും ഈ മഴയ്ക്കപ്പുറം ഒന്ന് കാണാനായിട്ട് പാകിസ്ഥാന് കഴിഞ്ഞില്ല. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായിൽ ഉള്ള മാച്ചസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഹൃദയം കീഴടക്കുന്ന രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും, എല്ലാം പ്രോപ്പർലി അറേഞ്ച്ഡ്, ഒരു പ്രശ്നമില്ലാതെ നടന്നു. മാത്രമല്ല ഈ ഫൈനലിൻ്റെ സമയത്ത് ഈ റോസ ഫുഡെന്നോ ഏതാണ്ടും പറഞ്ഞ് ഒരു പരിപാടി ഉണ്ട് അവർക്ക്. അതായത് ഈ ആൾക്കാർ ഫാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നോമ്പുകാലാണ്. അതെ, നോയമ്പുകാലമാണ്. ഫാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും, ഫാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നോ ഇല്ലെന്നുള്ളത് പ്രശ്നമല്ല, അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ഫ്രീ ആയിട്ട്, അത് അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവിടുന്ന് ഇവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സീറ്റിലെത്തിച്ചു കൊടുത്തു. എല്ലാവരും നല്ലപോലെ ഭക്ഷണം കഴിച്ചു എന്ന് വേണം കരുതാനായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സികൾ ഇതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇത്രയും വിവാദങ്ങൾ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടാകാറില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച്. പണ്ട് ഇതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ ഹോക്കി മാച്ച് ആണ് ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പം അതൊക്കെ ശ്രദ്ധ മുഴുവനും ക്രിക്കറ്റിലേക്ക് ആയെങ്കിലും ഈ ഇവിടെ നടന്നത് വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ്റെ യശസ്സിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതാണ് ഏതായാലും പാകിസ്ഥാന് നേരെ ഒരു കളി നടത്താൻ പോലും അറിയില്ല, അവരാണ് യുദ്ധം നടത്തുമെന്ന് പറയുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.